ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ആക്ച്വലി ഗൈഡൻസിൽ ഞാനിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി നമ്മളിതിന് മുമ്പും ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്താണ് യൂണിവേഴ്സ് ചെയ്യുന്നത് എന്ന് നോക്കാൻ. എന്താണ് നടക്കുന്നത്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എന്താണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ശരിക്കും ആ പ്രശ്നങ്ങളിൽ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൂടി തരുന്നതായിരിക്കും. അത് നമുക്ക് തോന്നില്ല അങ്ങനെ കാണുമ്പോൾ, പക്ഷെ ഉണ്ടാവും, എന്തെങ്കിലും ബ്ലെസ്സിങ് അവിടെ ഉണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, തിരശീലയ്ക്ക് പിന്നിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ കുറച്ച് മെസ്സേജസ് എടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി. ഓക്കെ, കുറച്ച് വേർഡ്സ് ആണ് ഇതിൽ, കാർഡ്സ് ആയിട്ട്. ഇതിങ്ങനെ ജസ്റ്റ് വേർഡ്സ് ആണ്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മെസ്സേജ് പോലെ കിട്ടാന്നാലും നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഗ്രാറ്റിറ്റ്യൂഡ്, വെരി ഗുഡ്. ഡിസേൺമെന്റ്, ഓക്കെ. Forgiveness, release, ഒന്നും കൂടി എടുക്കാം. Authenticity, ഓക്കെ. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, യൂണിവേഴ്സ് നമ്മളെ തരുന്ന ഓരോ കാര്യത്തിനും നമ്മൾ ആ ബ്ലെസ്സിങ് ആയാലും വേദനകളായാലും എന്തു തന്നെ ആയാലും നമ്മൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും യൂണിവേഴ്സിനോട് നിങ്ങൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പം എന്തുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, ഇതുവരെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അതിനെല്ലാത്തിനും നിങ്ങൾ നന്ദി പറയാം ആദ്യം യൂണിവേഴ്സിനോട്. ഓക്കെ, ഡിസേൺമെന്റ്, ഇത് പറയുന്നത് ഒരു ചോയ്സിന്റെ കാര്യമാണ്. രണ്ട് വഴിയുണ്ട്, അപ്പം നിങ്ങൾ അതിലൊരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന രീതിയിലാണ് കാണുന്നത്. അതിൽ നിങ്ങളുടെ ഒരു ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, ട്രൈ ടു എക്സ്പ്ലെയിൻ. ഒരു നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ തന്നെ ഒരു ബുദ്ധി യൂസ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് നല്ലതായിരിക്കുക എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക എന്നാണ്. ഓക്കെ, ഇതിന്റെ മീനിങ് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കാം. ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ചിലത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, ചിലത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് ഫോർഗിവ്നെസ്, യെസ്, ഫോർഗിവ്നെസ് വളരെ അത്യാവശ്യമാണ്. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മളറിയാതെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴാവാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലാവാം, എപ്പോഴായാലും ശരി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് വരും അല്ലേ. അപ്പോൾ അതിനുള്ള ഫോർഗിവ്നെസ് നമ്മളും ചോദിക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ എല്ലാവരും തെരഞ്ഞു പിടിച്ച് പോയി മാപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറയാം. ആൻഡ് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുകയും വേണം. ഓക്കെ, അത് പിടിച്ചുകൊണ്ടിരിക്കരുത് ഒരിക്കലും. അത് അങ്ങനെ നമ്മൾ മനസ്സിൽ ആ ഒരു ദേഷ്യവും വൈരാഗ്യം ഉണ്ടായിട്ടില്ല, നമ്മൾ ആ മനസ്സിൽ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും അത് നമ്മളെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. സോ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ആക്ച്വലി ഇവിടെ റിലീസും കൂടി ഉണ്ട്. ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. ആ മനസ്സിൽ ആ ദേഷ്യമോ വിഷമോ സങ്കടമോ എന്ത് തന്നെ ആയാലും, ഓക്കെ, ദേഷ്യമായാലും ശരി, സങ്കടങ്ങളായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, ആ കാര്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക, ലെറ്റ് ഗോ ചെയ്ത് കളയുക. ഓക്കെ, ഫോർഗീവ് ചെയ്യുക ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അതിവിടെ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ അതുപോലെ നല്ലതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിലത് ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാവും. ആക്ച്വലി ഈ രണ്ടും തമ്മിൽ നമുക്കൊരു മാച്ച് പറയാം. അതായത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, നിങ്ങളുടെ ഒരു മനസ്സിലാക്കുക നിങ്ങൾ കാര്യങ്ങൾ. ഓക്കെ, നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കി എന്താണ് വിട്ടുകളയേണ്ടത്, എന്തിനാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. ആൻഡ് ഒത്തൻറ്റിസിറ്റി, നിങ്ങൾ നിങ്ങളുടെ ഒരു റിയൽ സെൽഫായിട്ടിരിക്കുക. ഒരാൾക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിങ്ങൾ അവനവനെ മാറ്റാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അതന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കേണ്ട. ഓക്കെ, ആർക്കെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതൊരിക്കലും നിങ്ങൾ ആർക്കും വേണ്ടി മാറ്റാതിരിക്കുക. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, ഇതിൻ്റെ മീനിങ് ഞാൻ താഴെ ഇടാം ഡിസ്ക്രിപ്ഷനിൽ. റിലീസ് ആൻഡ് ഒത്തൻറ്റിസിറ്റി. ഓക്കെ,
നിങ്ങൾ നിങ്ങളുടെ റിയൽ സെൽഫായിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് വരും. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് പിന്നിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്. ചാരിയറ്റ് ആണ്, 9 ഓഫ് സോഡ്സ് ആക്ച്വലി റിവേഴ്സ് ആണ്. 9 ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് ഇവിടെ. ചാരിയറ്റ് അപ്രൈറ്റ് ആണ്. 7 ഓഫ് സോഡ്സ് ഓക്കെ അപ്രൈറ്റ് ആണ്, അല്ല സോറി 7 ഓഫ് സോഡ്സ് ഇത് റിവേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് കിങ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ്. ഓക്കെ, 3 കാർഡ് കൂടി എടുക്കാം. പേജ് ഓഫ് വോൺസ് അപ്രൈറ്റ് ആൻഡ് 10 ഓഫ് സോഡ്സ് ആക്ച്വലി റിവേഴ്സ് ആണ്, നല്ലതാണ്. നെഗറ്റീവ് കാർഡ്സ് റിവേഴ്സ് വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ നെഗറ്റീവ് പറയുന്ന കാർഡ്സ് ഉണ്ടല്ലോ, ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് 2 ഓഫ് സോഡ്സ് അപ്രൈറ്റ് ആണ്. ഓക്കെ, ഏസ് ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ്. ഓക്കെ, 10 ഓഫ് കപ്സ് റിവേഴ്സ്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാണ്. ഓക്കെ, ഇവിടെ 10 ഓഫ് ഇവിടെ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് ആക്ച്വലി അപ്രൈറ്റ് തന്നെയാണ്, റിവേഴ്സ് അല്ല. ഓക്കെ, കറക്റ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ മൂവ്മെന്റ് ആണ്. ഓക്കെ, മൂവ്മെന്റ്, മാറ്റം, ചേഞ്ചസ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, 9 ഓഫ് സോഡ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് സ്ട്രെസ് അടിക്കുന്നു എന്നാണ് പറയാം. ഓക്കെ, 9 ഓഫ് സോഡ്സ് നമ്മൾ സ്ട്രെസ്സിന്റെ കാർഡാണ്. പക്ഷേ അത് റിവേഴ്സ് വന്നാൽ ഇത് കണ്ടു പോസിറ്റീവായി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചില നെഗറ്റീവ് കാർഡുകൾ തിരിഞ്ഞു വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വന്ന സ്ഥിതിക്ക് 9 ഓഫ് സോഡ്സ് പറയുമ്പോൾ നിങ്ങൾ ആ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ 7 ഓഫ് സോഡ്സും റിവേഴ്സ് ആണ്. അതിന് 7 ഓഫ് സോഡ്സ് സാധാരണ നമ്മൾ പറയും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ചതിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യം അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവിടെ റിവേഴ്സ് ആണ്. അഗൈൻ 7 ഓഫ് സോഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ഒരു ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത്. അത് മാത്രമല്ല ആക്ച്വലി നിങ്ങൾ ഡിസേൺമെന്റ്, യെസ്, രണ്ടുമായിട്ട് എനിക്ക് കണക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ലൈഫിൽ ആര് എന്നല്ല, ഒരു പേഴ്സൺ ആവണമെന്നില്ല, ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് അല്ലാത്തത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ, മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആവും അല്ലേ. കെയർഫുൾ ആയിട്ട് നിങ്ങൾ നിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് മാറുന്ന പോലെ. ആൻഡ് ഇവിടെ കിങ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. പക്ഷേ കിങ് ഓഫ് വോൺസ് സാധാരണ നമുക്ക് നല്ലതാണ്, പക്ഷെ ഇവിടെ റിവേഴ്സ് ആവുന്നത്. സോ മേ ബി നിങ്ങൾ അല്പം നിങ്ങളൊരു ലേശം വിഷമത്തിന്റെ ആ പീരീഡിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ക്രിയേറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം ലോ പോയിന്റിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നമ്മൾ പല വിഷമങ്ങളും കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ മൈൻഡ് എല്ലാം ഡൗൺ ആയി പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഓക്കെ, ബാക്കിയെല്ലാം പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, മുന്നോട്ട് മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു നെഗറ്റീവ് ഫേസിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് 3 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ്. മേ ബി ബിസിനസ്സിൽ ലോസോ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ കൂടെ നിന്നവർ, നിങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തത്. അല്ലെങ്കിൽ ലൈഫിൽ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നടന്നിട്ടുണ്ടാവും. ഓക്കെ, അതൊന്നുമില്ലെങ്കിൽ ചീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ അഡ്വൈസ് ഒക്കെ ചോദിച്ച ആൾക്കാർ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു എഫേർട്ട് ഇട്ടും ഒന്നിച്ച് നമ്മൾ ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാം. പക്ഷെ അതിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നത്. അതങ്ങനെ മാറി പോകുന്നുണ്ടെങ്കിൽ പക്ഷെ ഐ തിങ്ക് അത് നല്ലതിനാണ്. ബിക്കോസ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, അങ്ങനെ വലുതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ചില ലെസൺ നമുക്ക് പഠിക്കാനുണ്ടാവും അതിൽ നിന്ന്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് അകറ്റുകയാണ്, നിങ്ങൾക്ക് നല്ലതല്ലാത്തതൊക്കെ നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ പേജ് ഓഫ് വോൺസ് നമ്മൾ പുതിയ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ചിലത് നമ്മുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ പോകുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് കാണുന്നത്. നല്ലതല്ലേ? സോ പുതിയ തുടക്കങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ.
നിങ്ങൾ ചില ലെസൺസ് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന പോലെ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പുതിയ കാര്യത്തിൻ്റെ തുടക്കം കുറിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് 10 ഓഫ് സോൾട്സും റിവേഴ്സ് ആണ്. എനിക്ക് അഗെയിൻ 9 ഓഫ് സോൾട്സ് 10 ഓഫ് സോൾട്സ് രണ്ടും നമ്മൾ പറയാറുള്ളത് വളരെ സ്ട്രെസ് അടിക്കുന്നു, നമ്മളതിൽ പെട്ട് നിൽക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ്. പക്ഷെ അതിൽ നിങ്ങൾ പുറത്താണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് വന്ന കാരണം നമുക്കത് പുറത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അതായത് ഈ സ്ട്രെസ്സിന് നിങ്ങൾ മെൻറ്റൽ സ്ട്രെസ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് കുറച്ചുകൂടി. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാനാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ല കാര്യം. ആൻഡ് നിങ്ങൾ പുതിയ തുടക്കം വരുന്നതായിട്ടും മൂവ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 ഓഫ് സോർട്സ് കൺഫ്യൂഷൻ്റെ കാര്യമാണ്. നമ്മൾ ഡിസിഷൻ എടുക്കണം, അല്ലേ? നമ്മളൊരു തീരുമാനം എടുക്കണം, എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനം അതെടുക്കാനുള്ള കാര്യമാണ്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോർട്സും ആക്ച്വലി റിവേഴ്സ് ആണ്. നിങ്ങൾ ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, പക്ഷെ അതിനൊരു മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഇവിടെ ആക്ഷൻ എടുക്കേണ്ട കാര്യമാണ് കാണുന്നത്. ക്ലാരിറ്റിയുടെ കാര്യമാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ക്ലാരിറ്റി ഇപ്പം ഇല്ല, അത് വരും. ഇവിടെ കണ്ണ് കെട്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, മൂണുമാണ്. മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഇരുട്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ക്ലാരിറ്റി വരുന്നു എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ക്ലാരിറ്റി വരും. ഇത് ഈ ഏസ് ഓഫ് സോർട്സ് ഇപ്പം റിവേഴ്സിലാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥ ആയിരിക്കില്ല, പക്ഷെ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു തുടങ്ങും. നിങ്ങൾ മെൻ്റലി ആദ്യം മെൻ്റൽ ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്, അല്ലേ? മെൻ്റലി നമ്മളൊന്ന് ആ സ്ട്രെസ്സിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ട് വന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊന്ന് നന്നായി ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒന്നും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് ചില ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി തരാനുള്ള പ്രിപ്പറേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ചില ചീറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു ട്രസ്റ്റിൻ്റെ കാർഡ് കൂടിയാണ്. അപ്പോൾ ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പാടാത്തത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ചില ലെസൺസ് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ചില ഡിസിഷൻ നിങ്ങൾ എടുക്കും. അതായത് എന്താണ് എൻ്റെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യേണ്ടത്, റിലീസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യേണ്ടത്, എന്തിനാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് എന്ന്. ഓക്കെ, ഇവിടെ ഇത് ഞാൻ ഐ തിങ്ക് ഇന്നലത്തെ ഒരു റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 ലൈനാണ് ഇവിടെ, ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പും. ഓക്കെ, അപ്പോൾ ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും എന്ന്. അത് ആക്ച്വലി നിങ്ങളുടെ മൈൻഡ് നമ്മൾ ഡൈവേർട്ടായിട്ട് നമ്മൾ പോകും എന്ന് പറയും, അല്ലേ? അതിനെ കൺട്രോൾ ചെയ്ത്, അതായത് ഒന്ന് ഇമോഷണൽ ഒന്ന് പ്രാക്ടിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ മൈൻഡിനെ നമ്മൾ മാക്സിമം, അത് പല ഭാഗത്തേക്ക് നമ്മുടെ മനസ്സ് ഓടും എന്ന രീതിക്ക് പറയാം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് ഒരേ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, മാറ്റങ്ങൾ, മൂവ്മെൻറ്റ് ഉണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് ചില എൻഡിങ്സ് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ വിട്ടുമാറി പോകുന്നുണ്ട്, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നുണ്ട്. അതൊക്കെ സംഭവിക്കും, പക്ഷെ അത് നല്ലതിനാണ്. എപ്പോഴും അത് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശരി, ഇവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് മനസ്സിനൊരു സമാധാനം, ശാന്തത, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആലോചിക്കാൻ പറ്റുക, അതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് മെല്ലെ മെല്ലെ തുടങ്ങാം നമുക്ക്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ലെസൺ പഠിച്ചു, നമ്മൾ അതിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് തുടങ്ങാം. ഓക്കെ, മുന്നോട്ട് മൂവ്മെൻറ്റ് എന്തായാലും കാണുന്നുണ്ട്. ഓക്കെ, അതിന് ആക്ച്വലി ദൈവത്തിനോട് എല്ലാത്തിനും നന്ദി പറയാം. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ചില ലെസൺ പഠിപ്പിക്കാനാണ്. ഓക്കെ, ബിസിനസ്സിലായാലും കരിയറിലായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്സിലായാലും എന്തിലായാലും അങ്ങനെ നിങ്ങൾക്ക് ചില വേദനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുണ്ട്, ചിലത് പഠിച്ച് മുന്നോട്ട് പോകാനുണ്ട്. ആ മൂവ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പ്രോഗ്രസ് വരും, പ്രോഗ്രസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതിന് നിങ്ങൾ ഈ ഒരു ലെസൺ പഠിക്കുകയും വേണം. ഫൊർഗീവ് ചെയ്ത് വിടുക, അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് വിടുക, ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതാണ് പറഞ്ഞത്, ക്ലിയർ ആയിട്ട്. ഡിസേൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയോടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയാം. ഞാൻ പലതരത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, വേറെ ആരെങ്കിലും പോലെ ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ച് നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ വളരെ നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ അത് യൂണിവേഴ്സ് അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും, നിങ്ങൾക്ക് വേറെ നല്ലത് തരുകയും ചെയ്യും. യൂണിവേഴ്സ് അത് പിന്നാലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ലെസൺ തന്നതാണ്. ഓക്കെ, അതിൻ്റെയും ബെറ്റർ നിങ്ങൾക്ക് തരുകയും ചെയ്യും. പക്ഷെ ആ ലെസൺ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇതിൽ നിന്ന് കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ എന്തൊക്കെയോ തോന്നി 2-3. ഓക്കെ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് റൊമാൻസ്. ഓക്കെ, ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. The situation will improve. Okay, good. And in the near future ഉണ്ട്, in the next few months ഉണ്ട്. And be assertive. Yes, നമ്മുടെ swordsൻ്റെ കാര്യം, abundance.
ആൻഡ് ദർ സംതിങ് ബെറ്റർ. വെയിറ്റ്, ഓക്കെ. ആക്ച്വലി ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്, ഇപ്പം നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർത്ത് വറി ചെയ്യേണ്ട. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ വറി ചെയ്യേണ്ട. ഒരുപാട് നിങ്ങൾ ഇപ്പം തന്നെ എല്ലാം ശരിയാവണം എന്ന രീതിക്ക് നിങ്ങളൊരു മനസ്സിൽ അങ്ങനെ എന്താ ശരിയാവാത്ത എന്ന് ആലോചിച്ചിരിക്കേണ്ട. ഓക്കെ, കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇതും ആക്ച്വലി കാണുമ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ചില ക്ലാരിറ്റി വരുന്നതായിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരിക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് നിങ്ങൾ മാറ്റേണ്ടത് എന്നൊക്കെയുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്നത് വിത്തിൻ ഫ്യൂ മന്ത്സ് ആൻഡ് വിത്തിൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ രണ്ടും ഉണ്ട്. സോ അധികം വൈകാതെ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ കാണാം. ഓക്കെ, മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. ആൻഡ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേദന കിട്ടിയതായാലും, ചീറ്റിംഗ് ആയാലും, കരിയറിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളിലായാലും, എവിടെയായാലും ഓക്കെ, അങ്ങനെ ചില വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റം വരും, എത്രയും വേഗം മാറും. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമ്പോൾ ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇപ്പം തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട. ഓക്കെ, ഒരു കാര്യം നിങ്ങളിപ്പോൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അസർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതെന്ന് വെച്ചാൽ അസർട്ടീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉറച്ച ഒരു നിലപാടെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അബണ്ടൻസ് വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് പറയാം. ആൻഡ് ദർ സംതിങ് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ബെറ്റർ ആ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ല ബെറ്റർ, ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിലും എന്ത് തന്നെയായാലും ഇതുവരെ നിങ്ങൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ്. ആൻഡ് വിത്തിൻ ഫ്യൂ മന്ത്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ രണ്ടും ഉണ്ട്. സോ മേ ബി അനദർ ഒരു മാസം 2 മാസം എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. കാരണം നിയർ ഫ്യൂച്ചറും ഉണ്ട്, മന്ത്സും ഉണ്ട്. സോ മേ ബി 1-2 മാസം എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് ഒരു ബെറ്റർ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ലത്, കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂണിവേഴ്സ് അവിടെ പിന്നിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി തരും യൂണിവേഴ്സ്. ഓക്കെ, വെയിറ്റ് ചെയ്യുക, എല്ലാത്തിനും ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.